ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ? എല്ലാരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വേക്കൻസി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് സ്കൂളിലെ വേക്കൻസി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ അവര് 2 വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് KG ടീച്ചറിന്റെതും ഒന്ന് മാത്സ് ടീച്ചറിന്റെതും കേട്ടോ. അപ്പൊ KG ടീച്ചറിന്റെ അവര് പിന്നെ നമ്മുടെ മോണ്ടിസോറി ഡിപ്ലോമയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒക്കെ നഴ്സറി ടീച്ചറിന്റെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂളിന്റെ സൈറ്റിൽ അവര് വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവരുടെ ഏത് ക്യാമ്പസിലേക്കാണ്? തുമാമ ക്യാമ്പസിൽ, ബിൻ മുഹമ്മദ് ക്യാമ്പസിലേക്കാണ് KG ടീച്ചറിന്റെ വേക്കൻസി അവർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ഫോർ KG ടീച്ചർ വിത്ത് മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്. കാൻഡിഡേറ്റ് വിത്ത് ബേസിക് അറബിക്, തമിഴ്, ഹിന്ദി, മലയാളം ലാംഗ്വേജ് ആർ പ്രിഫേർഡ്. അപ്പൊ ഇത്രയാണ് അവർ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാത്തമാറ്റിക് ടീച്ചറിന്റെ 1 വേക്കൻസി, KG ടീച്ചറിന്റെ 2 വേക്കൻസി. മാത്തമാറ്റിക് ടീച്ചറിന്റെ വേക്കൻസിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് വിത്ത് BEd ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അത് തുമാമ ക്യാമ്പസിലേക്കാണ്. ഫീമെയിൽസിനാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ അതിന്റെ മെയിൽ ID വേണ്ടവര് എനിക്ക് കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂള്. അതുപോലെ തന്നെ എലൈറ്റ് മെഡിക്കൽ സെന്ററിന്റെ സൈറ്റിൽ അവര് 2-3 വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഷുറൻസ് ഓഫീസറിന്റെ ആണ് കേട്ടോ. 4 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് കെയർ ബില്ലിംഗ്. ഹെൽത്ത് കെയർ ബില്ലിംഗിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പിന്നെ എന്താണ് ഇൻഷുറൻസിലോ ഉള്ള 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവരതിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഇൻഷുറൻസിലൊക്കെയുള്ള നല്ല നോളജ് വേണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഡോക്യുമെന്റേഷൻ സ്കില്ല്. ഇതൊക്കെയാണ് അവരുടെ വേക്കൻസിയിൽ അവർ പറയുന്നത് കേട്ടോ. അപ്പോ ഇൻഷുറൻസ് ഓഫീസറിന്റെ വേക്കൻസിയാണ് അത് കേട്ടോ. പിന്നെ അവര് വേറെ HR ഓഫീസറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. പ്രൊഫിഷ്യന്റ് ഇൻ ഖത്തർ ലേബർ ലോ, മസ്റ്റ് ബി നോളജ് ഇൻ MOPH റെഗുലേഷൻ ആൻഡ് ലൈസൻസിങ് പ്രോസസ്. ഇതൊക്കെയാണ് അവര്, അതായത് നമ്മുടെ QCHP ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള പ്രൊസീജിയറിലൊക്കെ നല്ല നോളജ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. HR ഓഫീസർ. പിന്നെ അവരുടെ സൈറ്റിൽ കിടക്കുന്ന വേക്കൻസി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാച്ചിലർ ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി ഓർ ഇക്വലന്റ്. ഇതാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഡാറ്റ ഫ്ലോയും പ്രോമെട്രിക്കും ഒക്കെ കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതിനും ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിക്കുന്നത് കേട്ടോ. 4 വർഷത്തെ എക്സ്പീരിയൻസ്, QCHP ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള എലിജിബിലിറ്റിയും വേണം കേട്ടോ. അപ്പോ ഇത്രയും വേക്കൻസീസ് ആണ്. HR ഓഫീസർ, ഇൻഷുറൻസ് ഓഫീസർ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എലൈറ്റ് മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ. എലൈറ്റ് മെഡിക്കൽ സെന്ററിന്റെ ഇമെയിൽ ID വേണ്ടവര് എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു 01 സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസി അവർക്ക് കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവിന്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. 01 സൊല്യൂഷൻ. കാൻഡിഡേറ്റ് ഷുഡ് സ്പീക്ക് ഫ്ലുവന്റ് ഇൻ ഹിന്ദി ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദി, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഇതിലൊക്കെ ഫ്ലുവന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഫ്ലുവന്റ് ആയിട്ടുള്ള ആൾക്കാരെ, ഖത്തർ ID ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് കോൾ സെന്ററിൽ അവർ ചോദിക്കുന്നുണ്ട് അതിന് കേട്ടോ. അപ്പം കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 01 സൊല്യൂഷൻ ആണ് കേട്ടോ. മെയിൽ ID വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ഒരു വേക്കൻസി വേറൊരു സ്ഥലത്തും കണ്ടിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. സ്പെഷ്യൽ നീഡ് സ്കൂൾ അതോ അല്ലെങ്കിൽ നഴ്സറി അതുപോലെയുള്ള ഇതുണ്ട് സംഭവമാണ്. അവര് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഖത്തറിലുള്ള ആരെങ്കിലും ഫീമെയിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനാണ് കേട്ടോ വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാച്ചിലർ ഇൻ ഒക്യുപേഷണൽ തെറാപ്പി കഴിഞ്ഞ ആരെങ്കിലും QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഖത്തറിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സെർച്ച് ചെയ്യുക, അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക,
ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പിയുടെ വേക്കൻസി ഇട്ടിരിക്കുന്നത് അൽ ജസീറ മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ. അവരതിന് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്കൽ തെറാപ്പി ഫ്രം ആൻ അക്രഡിറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ബാച്ചിലർ ആയാലോ മാസ്റ്റർ ആയവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് അൽ ജസീറ മെഡിക്കൽ സെന്റർ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ ഇത്രയും വേക്കൻസീസിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്കൂളിൽ KG ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർ, അതുപോലെ തന്നെ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ HR ഓഫീസർ, ഇൻഷുറൻസ് ഓഫീസർ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ അൽ ജസീറ മെഡിക്കൽ സെന്ററിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ ഇത്രയും വേക്കൻസീസിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഖത്തറിൽ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.